വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 20 വാക്യങ്ങൾ 29 മുതൽ 34 വരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 29 മുതൽ. അവർ എരിഹോയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികയിൽ നിന്ന് 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ട്, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിക്കുവാൻ ജനങ്ങൾ അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് ശബ്ദമുയർത്തി നിലവിളിച്ചു. യേശു നിന്നു അവരെ വിളിച്ച്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ എന്ന് അവർ പറഞ്ഞു. യേശു മനസ്സൊലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. അവർ അവനെ അനുഗമിക്കുകയും ചെയ്തു. കാഴ്ച ലഭിച്ച 2 കുരുടന്മാർ കർത്താവിനെ അനുഗമിക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടത്. ആദ്യം അവരുടെ അപേക്ഷ അനേകം തടഞ്ഞെങ്കിലും അവരധികം ശബ്ദത്തിൽ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരുടെ കണ്ണു തുറന്ന് കർത്താവിനെ അനുഗമിക്കുന്ന നല്ല 2 ക്രിസ്ത്യാനികളാക്കി അവരെ മാറ്റിയ രംഗം നമ്മൾ കാണുന്നു. നമ്മുടെ ഈ അന്തർനേരങ്ങൾ തുറക്കുവാൻ നമുക്ക് ഈ ആരാധനയിലൂടെ നിലവിളിക്കാം. 2 പത്രോസ് 1 അധ്യായത്തിൽ പറയുന്ന 8 കൂട്ടം കാര്യങ്ങൾ കൂട്ടിയാലേ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കുള്ളൂ എന്നാണ് പത്രോസ് അതിൻ്റെ അനുഭവത്തിൽ പറഞ്ഞു. വിശ്വാസത്തോട് വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രതി, ദൈവസ്നേഹം, ഈ 8 കൂട്ടം കാര്യങ്ങൾ കൂട്ടുന്നവർക്ക് മാത്രമേ ഉൾക്കാഴ്ച ലഭിക്കുകയുള്ളൂ. നമുക്ക് ഉൾക്കാഴ്ച ലഭിച്ചാൽ നമ്മൾക്ക് പൂർവ്വ ശാപങ്ങളിൽ നിന്ന്, പൂർവ്വ അശുദ്ധികളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച കാര്യങ്ങളാണ് സന്തോഷിക്കാനൊക്കെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആദാമിൻ്റെ കാലം മുതൽ അപ്പൻ വഴി, അമ്മ വഴി, വല്യപ്പന്മാർ, വല്യമ്മമാർ വഴി വന്നതായ ശാപദോഷങ്ങൾ ഇനിയും മാറാനുള്ളതുകൊണ്ടാണ് നമുക്ക് ആത്മനിറവ് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാത്തതെന്നുള്ളതായി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ മാത്രമല്ല നമ്മുടെ പൂർവികരുടെയും പ്രശ്നം പരിഹരിപ്പാൻ അവർ നമ്മളിൽ കൂടെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ശരീരമില്ലാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെയാണ് അവർ നിലവിളിക്കുന്നത്. നമ്മുടെ നിലവിളികളെല്ലാം അവരുടെ സങ്കടം കൂടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അവരുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും സജീവമായി ദൈവരാജ്യത്തിൽ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവരായി അവർക്കും തലയായ ക്രിസ്തുവിനെ വളരാൻ ആഗ്രഹമുണ്ട്. ആ വളർച്ച പൂർത്തീകരിക്കുന്നതിന് ശാപങ്ങളെല്ലാം മാറുവാൻ 144 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രത്യേക പാപപരിഹാര പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന തുടരുകയാണ്. ഇന്ന് നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ പാപശാപങ്ങൾ പരിഹാരം വരുവാൻ ഈ ആരാധന ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എന്നെ പെരുന്നാളായിട്ട് തോന്നുന്നു. ഡിസംബർ മാസം 1-ാം തീയതി ആരംഭിക്കുന്ന 25 നവംബർ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വായിച്ചതായ തിരുവചനത്തിലൂടെ നമുക്ക് കിട്ടിയ സന്ദേശങ്ങൾ ഒരനുഭവം നോയമ്പ് അനുഗ്രഹമായി എടുക്കുവാനുള്ള ഒരുക്കത്തിന് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുവചനത്തിൻ്റെ പ്രയോജനം നമ്മൾ 100% കൈവരിച്ചിട്ടുണ്ടോ എന്നാണ് എലിസബത്തും മറിയാമും നമ്മളോട് ചോദിക്കുന്നത്. അവർ രണ്ടുപേരും വചനം 100% മുതലെടുത്തവരാണ്. അതുകൊണ്ട് അവരുടെ പേരിന്ന് ഓർക്കപ്പെടുന്നു. നമുക്ക് വചനം 100% പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വചനത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് 2 തിമോത്തി 3:16 എഴുതി. സ്വയപരിശോധനയ്ക്ക് വേണ്ടി അത് വായിക്കുകയാണ്. നമ്മളിന്ന് വായിച്ച് കേട്ടതാണ്. അതിൽ 2 തിമോത്തിയോസ് 3:16 ദൈവത്തിൻ്റെ വചനം വിശുദ്ധന്മാരുടെ ശുദ്ധികളെല്ലാം 100% പ്രയോജനപ്പെടുത്തിയത് ഏതെല്ലാം കാര്യത്തിന് വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും ചേർന്ന വാക്യം എന്ന് പറയാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16 ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യാസത്തിനും പ്രയോജനപ്പെടുന്നു. നമുക്ക് ആ പ്രയോജനം എത്ര ശതമാനം കിട്ടി? വേദോസം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എല്ലാ ദിവസവും അത് വായിക്കുന്നു, കേൾക്കുന്നു. വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളും ഈ തിരുവെഴുത്തുകളെ
ദൈവനിവേശിതമായി വിശ്വസിച്ചിട്ട് അവ നല്ല ഉപദേശം ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ വചനം കയ്യിലുള്ളപ്പോൾ ആരെങ്കിലും തെറ്റിപ്പോയാൽ അവരെ ശാസിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ ഹൃദയങ്ങളിൽ വചനമുണ്ടെങ്കിൽ വചനം തെറ്റിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ അവരെ ശാസിച്ച് സ്നേഹത്തോടെ ശരിപ്പെടുത്താൻ, യഥാസ്ഥാനപ്പെടുത്താൻ സാധിക്കും. അത് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? തെറ്റ് തിരുത്തലിന് ഈ വചനം ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓരോ ദിവസത്തെയും തെറ്റുകൾ കണ്ടെത്തി തിരുത്തി സത്യവും പ്രസാരം നടത്തുവാൻ ഈ വചനം ഉപകരിക്കുന്നുണ്ടോ? നീതിയിലുള്ള അഭ്യാസം. എന്താ നീതിയിലുള്ള അഭ്യാസം? നമ്മൾ മുമ്പേ അന്വേഷിക്കേണ്ടത് നീതിയാണ്. എല്ലാം നമ്മളെ തേടി വരണമെങ്കിൽ നമ്മൾ നീതി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പേ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷവും നമ്മൾ ക്രിസ്തുവിനെ സേവിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ദൈവപ്രസാദവും മനുഷ്യർക്കുള്ള പ്രയോജനപരമായ ജീവിതം ഈ നീതിയുടെ അഭ്യാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. അത് നമ്മൾ പൂർണ്ണമായി സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. 17-ാം വാക്യത്തിൽ ഇങ്ങനെ നീതിയുടെ അഭ്യാസം ശരിക്കും പ്രയോജനകരമായി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ പേര് ദൈവത്തിൻ്റെ മനുഷ്യരെന്നായിരിക്കും. നമ്മളെ ആരെങ്കിലും ദൈവത്തിൻ്റെ മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വേറെ ആരെല്ലാം എന്തെല്ലാം പേര് വിശേഷിച്ചിട്ടുണ്ട്. ഡിക്ഷണറി ഇല്ലാത്ത പേര് പറഞ്ഞ് ചിലപ്പോൾ വിളിക്കൂലേ? അതൊക്കെ എപ്പോഴാണ് അത് ഇഷ്ടമില്ലാതെ വരുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ മനുഷ്യരെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ചുരുക്കം ചിലരെ ദൈവത്തിൻ്റെ മനുഷ്യരായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രവാചകൻ വീടിൻ്റെ വഴിക്ക് കൂടെ പോയപ്പോൾ ദൈവത്തിൻ്റെ പുരുഷനാണ് ഈ പോകുന്നതെന്ന് ഒരു വീട്ടുകാരി പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ നമ്മളെ എതിരെയെല്ലാം പോയിരിക്കുന്നു. ആരെല്ലാം നമ്മളെ കണ്ടിരിക്കുന്നു, നമ്മൾ ആരെയെല്ലാം കണ്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരാണെന്ന് സാക്ഷ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ നീതിയുടെ അഭ്യാസത്തിൽ അതിനും രാവും പോലും ധ്യാനിച്ച് വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ പോയ വഴിയെ പോവുകയാണെങ്കിൽ നമുക്കും ആ പേര് കിട്ടും. ആ ദൈവത്തിൻ്റെ സാക്ഷികളായി, ദൈവത്തിൻ്റെ ഏജന്റുമാരായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യർ സകല സൽപ്രവൃത്തിക്കും വകഭാവിക്കുമെന്നാണ്. സകല സൽപ്രവൃത്തികൾക്കും വകപ്രാപിക്കാൻ ഈ വചനം ഉതകുന്നുണ്ട്. നമുക്കെല്ലാ സൽപ്രവൃത്തികളും ചെയ്യാൻ കഴിയുന്നുണ്ടോ? പരിപൂർണരും സൽപ്രവൃത്തികൾ പരിപൂർണരാകുമെന്നാണ് പറയുന്നത്. തികഞ്ഞവരാകും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും തികയാനുണ്ട്. ഇനി പല കാര്യങ്ങൾ തുടങ്ങി വച്ചിരിക്കുക. വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും എല്ലാം നമ്മൾ പൂർണ്ണമാകുമ്പോൾ തലയായ ക്രിസ്തുവിനോടും വളർന്നു തലയോട് ചേരുന്ന ഉടലാകുവാൻ ഈ വചനം ഉപകരിക്കും. പരിശുദ്ധ കന്യാമറിയാമിന് വചനം ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിൽ നിറച്ച് അത് ഉദരത്തിലാക്കി ആ യേശു കുഞ്ഞിനെ 30 വയസ്സ് വരെ വളർത്തി 33 വയസ്സിൽ കുരിശിൽ ചുവട്ടിൽ നിന്ന് കാൽവറി യാഗത്തിൽ പങ്കുചേർന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെയും കണ്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെയും കണ്ട് അങ്ങനെ പെന്തക്കോസ്ത് പെരുന്നാളിൽ 120 പേർക്ക് ആത്മനിറ കൊടുക്കാൻ അമ്മയ്ക്ക് ഈ വചനം ഉപകരിച്ചു. അതേ ആ വഴിയിൽ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർവിക ശാപം തീരാൻ വേണ്ടിയാണ് കന്യാമറിയാം എല്ലാം ഉപേക്ഷിച്ച് വചനത്തിന് 100% സ്ഥാനം കൊടുത്തത്. നമ്മളും ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ മുഴുവനും വായിക്കുകയും അത് ഇണചേർത്ത് ചിന്തിച്ച് ധ്യാനിക്കുകയും ചെയ്യാമെങ്കിൽ നമുക്കും പൂർവ്വശാപങ്ങൾ മാറ്റി അനുഗ്രഹിക്കപ്പെട്ട പുതിയ തലമുറയ്ക്ക് തുടക്കമിട്ട് ജന്മസാവലയോടെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ 144 ദിവസം നീണ്ടു നിൽക്കുന്ന പൂർവ്വശാപ പരിഹാര പ്രാർത്ഥനയുടെ 2-ാം ദിനത്തിൽ ഈ വിശുദ്ധ കുർബാനയിൽ ഈ വേദഭാഗം വായിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വചനം അറിവ് വർദ്ധിപ്പിക്കാനല്ല, ജീവൻ വർദ്ധിപ്പിക്കാനാണ്. അറിവ് കിട്ടിയോണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ വേദപുസ്തകം നമ്മളെക്കാൾ അറിയാവുന്ന ആളാണ് പിശാച്. മുഴുവൻ അറിയാം, പക്ഷെ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അപ്പോൾ ഹവ്വയ്ക്ക് ജീവനേക്കാളധികം അറിവ് വേണമെന്നുള്ള ബുദ്ധി കൊണ്ടാണ് വിലക്കപ്പെട്ട പഴം നന്മ തിന്മ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് കഴിച്ചത്. പക്ഷേ വല്ല ഗുണമുണ്ടായോ? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞെങ്കിലും ചെയ്തത് തിന്മയാണ്. അതുകൊണ്ട് ശക്തിയുള്ളവർക്കും ജീവനുള്ളവർക്കും മാത്രമേ തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലേക്ക് പറക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഇനിയുള്ളതായ നിത്യ ആരാധന, ധ്യാനം മുതലാവതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ധ്യാനം സമാഹരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയാമും എലിസബത്തും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ തിരുവചനം പ്രയോജനപ്പെടുത്തിയതുപോലെ ഞങ്ങൾ ഇതുവരെയും ദൈവത്തിൻ്റെ മനുഷ്യരായി അറിയപ്പെടുന്നില്ല. ഞങ്ങളെ പലരും പല പേരിൽ വിളിച്ച് അത് അവർക്ക് പാപമായി തീർന്നിരിക്കുന്നു. കർത്താവെ, അതെല്ലാം അവരോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന, അങ്ങനെ കർത്താവിലും മാതാവിലും ഒക്കെ ലോകരെ കണ്ടെത്തിയതായ വിശ്വാസികൾ കണ്ടെത്തിയതായ ദൈവത്തെയും അതിശയ ദൈവത്തിന് പ്രതിമയായ ലോകത്തിൽ അവതരിച്ച കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനോളം വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധരോട് ഞങ്ങളെയും ചേർക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.